ഇതിനെയൊക്കെയാണ് ഇജാതി മോഷണം എന്നൊക്കെ പറയുന്നത്. അതായത് ഈ ഒരു സംഭവം നടക്കുന്നത് ഡൽഹിയിലാണ്. അതായത് ഒരു വീട്ടമ്മയുടെ കുറച്ച് സ്വർണം കാണാതെ പോയി അവർ പോലീസിൽ പരാതി കൊടുത്തു. പിന്നെ എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറയേണ്ടായിരുന്നു, നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയൊരു 300 ലൈക്കിലേക്ക്, അതായത് ടാർഗറ്റ് 300 ലൈക്കാണ്, അവിടേക്ക് എത്തിക്കുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൽഹിയിലെ നച്ച്വാഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അതായത് ഒരു വീട്ടമ്മ അവരുടെ വീട്ടിലെ അലമാരിയിൽ തൻ്റെ സ്വർണ്ണം പരിശോധിക്കാൻ നേരത്തെ കുറച്ച് സ്വർണ്ണങ്ങൾ കാണാനില്ല. അതായത് 2 മാല, 2 കമ്മൽ തുടങ്ങിയ 1-2 ആഭരണങ്ങൾ കാണാതെയായി. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യം അവർ പരിശോധിച്ചത് വീട്ടിലുള്ള CCTV ക്യാമറയാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിച്ചില്ല. അതായത് തെറ്റായുള്ള സംഭവങ്ങളൊന്നും അതിലവർ കാണാനേ സാധിച്ചില്ല. പിന്നെ അയൽക്കാർ ചോദ്യം ചെയ്തു. ആ ഒരു സമയത്തും പ്രത്യേകിച്ചൊന്നും തന്നെ അവർക്ക് കിട്ടിയില്ല. എന്നാലും ഫൈനലി അവരുടെ കുടുംബത്തിലേക്ക് തന്നെ, അതായത് അവരുടെ ബന്ധുക്കളിലേക്ക് തന്നെ, അല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ളവരേക്ക് തന്നെ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഒരു പരാതി എന്ന ആ ഒരു വീട്ടമ്മയുടെ മകൻ തന്നെയാണ് ഈ ഒരു സ്വർണ്ണം മോഷ്ടിച്ചത്. ഈ ഒരു പയ്യൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. സ്വന്തം കാമുകിക്ക് ഐഫോൺ വാങ്ങാനും അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിച്ച് അടിച്ചു പൊളിക്കാനുമാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം പോലീസ് എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ആ ഒരു പയ്യൻ്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ്. അതായത് അന്നത്തെ ദിവസം ആ ഒരു പയ്യൻ, അതായത് മോഷണം നടന്ന ആ ഒരു ദിവസം ആ ഒരു പയ്യൻ വീട്ടിലില്ലായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഐഫോണൊക്കെ കൊടുത്തതായിട്ടും ആ ബർത്ത്ഡേ ഭയങ്കരമായിട്ട് ആഘോഷിച്ചതായിട്ടും അവരുടെ കൂട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇത് പോലീസ് മനസ്സിലാക്കി എന്നറിഞ്ഞ പയ്യൻ കുറച്ച് നാൾ ഒളിവിലായിരുന്നു. പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു, അതായത് ആ ഒരു പയ്യൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നറിഞ്ഞ ഉടനെ തന്നെ പോലീസ് അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു. പിടികൂടി ചോദ്യം ചെയ്യുന്ന ആ ഒരു ടൈമിലും ആ ഒരു പയ്യൻ കുറ്റം സമ്മതിക്കുന്നില്ല. പിന്നെ ഒരുപാട് ചോദ്യം ചെയ്തപ്പോഴാണ് താനായെടുത്തെന്ന് സമ്മതിക്കുന്നത്. എന്തിനാണ് ചോദിച്ചപ്പോൾ കൂട്ടുകാരിയുടെ ആ ഒരു, അതായത് തൻ്റെ കാമുകിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള സമ്മാനം കൊടുക്കാനും ബർത്ത്ഡേ ആഘോഷിക്കാനും ഒക്കെയാണ് ഇത് മോഷ്ടിച്ചതെന്നാണ് പറഞ്ഞത്. ഈ ഒരു കുട്ടിയെ മാത്രമല്ല പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം മേടിച്ച ആ ഒരു കടക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.